2 ദിവസം മുന്നേ ഞാൻ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് ഒരാൾ ചുമയ്ക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട്. ഇത് സാധാരണ ചുമയല്ല, അത്യാവശ്യം നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ട്. പലപ്പോഴും ഉള്ളിൽ പേഷ്യൻ്റ് ഉണ്ടാകുന്ന സമയത്ത് പുറത്ത് ആൾ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പലരും ചെറുതായിട്ട് ചുമയ്ക്കാറുണ്ട്, ചിലപ്പോൾ ഉണ്ടാക്കി ചുമയ്ക്കാറുണ്ട്. പക്ഷേ ഇത് അതുപോലെയൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ട് ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള പേഷ്യൻ്റ് പോയി കഴിഞ്ഞതിന് ശേഷം ആ പുറത്തുള്ള ആൾ വന്നു. അവരുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ പേഷ്യൻ്റ് ചെയറിൽ ഇരുത്തിയിട്ട് അദ്ദേഹം അപ്പുറത്തിരുന്നു. എന്നിട്ട് കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായിട്ട് പറഞ്ഞു. കുട്ടിക്ക് പനി, ജലദോഷം, ചുമയൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നതിനിടയ്ക്ക് ഇദ്ദേഹം നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് വായൊക്കെ പൊത്തിയിട്ടാണ് അദ്ദേഹം ചുമയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി, വയ്യാതായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് പനി, ചുമ, ജലദോഷമൊക്കെ തന്നെയാണ്, അത് കുഴപ്പമില്ല, മാറിക്കോളൂന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്താണോ കുട്ടിക്ക് കിട്ടിയത്, അപ്പോൾ നിങ്ങളെന്താ മരുന്നൊന്നും എടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ വലിയ ആളുകളല്ലേ, അപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും, അതൊക്കെ താങ്ങാനുള്ള ശരീരം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചികിത്സിച്ച് മാറ്റാത്തത് കൊണ്ടല്ലേ കുട്ടിക്ക് ബുദ്ധിമുട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ കുട്ടിക്ക് മരുന്ന് തരി, നമ്മളത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ആരെയും നിർബന്ധിപ്പിച്ച് ചികിത്സ എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരാൾ മാത്രമല്ല, പലപ്പോഴായിട്ട് ഞാൻ ക്ലിനിക്കിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരു രോഗിയെ കാണിക്കാൻ വരുമ്പോൾ അവരുടെ കൂടെ വരുന്നവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. മിക്കവാറും അവരിൽ നിന്ന് കിട്ടിയതായിരിക്കും ഇവർക്ക്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ പൊതുവെ പ്രതിരോധശേഷി കുറവുള്ള കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഈ പനി പെട്ടെന്ന് പകരും. അതുപോലെ തന്നെ അവരിൽ മാറി കിട്ടാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ കാരണം കൊണ്ട് മാത്രം കുട്ടിയുടെ ശരീരം പൊതുവെ ക്ഷീണിച്ച് വരാറുണ്ട്. എന്നാൽ കൂടെ വന്നവർ മരുന്നെടുക്കാനും തയ്യാറാവില്ല. അവർ എങ്ങനെയൊക്കെ മാറിക്കോളെന്നും പറഞ്ഞ് നിസ്സാരാക്കി കളയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കൊരു അസുഖം വരുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പകരുന്ന അസുഖങ്ങളൊക്കെ വരുമ്പോൾ ബാക്കിയുള്ളവരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് ബാക്കിയുള്ളവർക്ക് അസുഖം വരുമെന്ന് വിചാരിച്ചിട്ടെങ്കിലും നമ്മൾ സ്വയം ചികിത്സിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് കുടുംബക്കാരൊക്കെ ആകുമ്പോൾ, നമുക്ക് ഒരു വീട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെ വിട്ടു നിൽക്കൽ പ്രയാസമാണ്. അപ്പോൾ അസുഖം ആദ്യം വന്ന ആൾ കൃത്യമായിട്ട് ചികിത്സിച്ച് അസുഖം മാറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എല്ലാവരുടെ ശരീരം ഒരുപോലെ ആവില്ല. ഇതിൽ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് മരുന്നെടുക്കണം, ഡോക്ടറെ അടുത്തേക്ക് ഓടിച്ചെല്ലണം എന്നല്ല പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള ഒരു അസുഖം വരികയാണെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ചികിത്സിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് എന്തെന്നെ വന്നാലും മരുന്നെടുക്കില്ല, ചികിത്സ എടുക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.